Hello dears, welcome to the class. Today we are going to discuss about our textbook activities. Okay, let's start our class. Activity 1. Match the following. Draw lines to match the characters with their actions from the story. തന്നിരിക്കുന്ന ഡയലോഗ്സ് ആരാണോ ചെയ്തത് ആ ക്യാരക്ടറിന് നേരെ ലൈൻ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് നോക്കാം. ഓൾഡ് ലേഡി എന്താണ് ചെയ്തത്? Put the pot on the fire. പാത്രം തീയിൽ വെക്കുകയാണ്, അടുപ്പിൽ വെക്കുകയാണ് ചെയ്തത് അല്ലേ? നെക്സ്റ്റ്, ഓൾഡ് മാൻ ബ്രോട്ട് ചിക്കൻ കൊണ്ടുവന്നു. തേർഡ്, ഗേൾ ചെയ്തത് ആഡഡ് ക്യാരറ്റ്സ് ആഡ് ചെയ്തു. ഇനി ട്രാവലർ ചെയ്തത് പുട്ട് എ സ്റ്റോൺ ഇൻ ടു ദ പോട്ട്, കല്ല് പാത്രത്തിൽ ഇട്ടു. ആക്ടിവിറ്റി 2. It is as tasty as you could ever imagine, the traveler said. ഇത് അത്രയും ടേസ്റ്റിയാണ് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ. അപ്പോൾ അവിടെ ചേർത്തിരിക്കുന്നത് ആശ്ചര്യം കൊണ്ട് ആസ് എന്നുള്ള വേർഡാണ് അല്ലേ? റീഡ് ദ എക്സ്പ്രഷൻ അണ്ടർലൈൻഡ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് യൂസിങ് ദ കറക്റ്റ് വേർഡ്സ് ഫ്രം ദ ബോക്സ്. ബോക്സിൽ തന്നിരിക്കുന്ന കുറച്ച് വേർഡ്സ് ഉപയോഗിച്ച് താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. The man in the circus is as dash as a giraffe. സർക്കസിലെ മനുഷ്യൻ എങ്ങനെയാണ്? ജിറാഫിൻ്റെ പോലെ. ജിറാഫിൻ്റെ എങ്ങനെയാണ്? നീളമുള്ളതാണ് അല്ലേ? അതുപോലെയാണ് സർക്കസിലെ മനുഷ്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് ചേർക്കും? The man in the circus is as tall as a giraffe. സർക്കസിലെ മനുഷ്യൻ ജിറാഫിൻ്റെ പോലെ നീളമുള്ളതാണ്. The teacher is as busy as a bee. ടീച്ചർ വളരെ ബിസിയാണ്. എങ്ങനെയാണ്? ഒരു തേനീച്ചയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാറി നടക്കുന്നത് കണ്ടിട്ടില്ലേ തേനീച്ച? അതുപോലെ ബിസിയാണ്. തേർഡ് നോക്കൂ. The water from the waterfall is as clear as crystal. വാട്ടർഫോളിലെ വെള്ളച്ചാട്ടത്തിലെ വെള്ളം എന്ന് പറയുന്നത് ക്രിസ്റ്റൽ പോലെ ക്ലിയർ ആണ്. ഇനി ഫോർത്ത്, The cake is as cold as ice. കേക്ക് ഐസ് പോലെ തണുത്തിട്ടാണ്. ഫിഫ്ത്ത്, ദ ടോർട്ടോയിസ് ഈസ് ആസ് സ്ലോ ആസ് എ സ്നെയിൽ. ആമ ഒച്ചിനെ പോലെ പതുക്കെ ആണ്. ആക്ടിവിറ്റി 3. റീഡ് ദ ഫോളോയിങ് പാസേജ്. റീറൈറ്റ് ദ പാസേജ് യൂസിങ് അതർ വേർഡ്സ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് ഫോർ ദ അണ്ടർലൈൻഡ് വൺസ്. ഒരു പാസേജ് തന്നിരിക്കുന്നു, അത് റീറൈറ്റ് ചെയ്യണം. എന്തുപയോഗിച്ചാണ്? ചില വേർഡ്സിന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ? ആ വേർഡ്സിന് പകരമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉപയോഗിച്ച വേർഡ്സാണ് അവിടെ ചേർക്കേണ്ടത്. വൺ ഡേ എ ട്രാവലർ അറൈവ്ഡ് അറ്റ് എ വില്ലേജ്. ഒരു ദിവസം ഒരു യാത്രികൻ ഒരു വില്ലേജിൽ എത്തിച്ചേർന്നു. അറൈവ്ഡ് അതിന് പകരമായിട്ട് റീച്ച്ഡ് എന്ന് ചേർക്കാം. ഹി വാസ് വെരി ടയേർഡ് ആഫ്റ്റർ ദ ലോങ് ജേർണി. അയാൾ വളരെ ക്ഷീണിതനായിരുന്നു ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം. അപ്പോൾ ഹി വാസ് വെരി ടയേർഡ് എന്നുള്ളതിന് പകരം എക്സോസ്റ്റഡ് എന്ന് ചേർക്കാം. ഹി മെയ്ഡ് സ്റ്റോൺ സൂപ്പ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഓൾഡ് വുമൺ ആൻഡ് ദ വില്ലേജേഴ്സ്. അയാൾ കല്ലുകൊണ്ട് ഒരു സൂപ്പ് ഉണ്ടാക്കി. ആരുടെ സഹായത്തോടെ? വയസ്സായ ഒരു സ്ത്രീയുടെയും അതുപോലെ തന്നെ വില്ലേജേഴ്സിൻ്റെയും സഹായം കൊണ്ട്. ദ സൂപ്പ് വാസ് ഡിലീഷ്യസ്. സൂപ്പ് വളരെ സ്വാദുള്ളതായിരുന്നു. ഡിലീഷ്യസ് അതിന് പകരമായിട്ട് ടേസ്റ്റ് ഗുഡ് അല്ലെങ്കിൽ ഗുഡ് ടേസ്റ്റ് എന്ന് എഴുതാം. ദ എൻജോയ് ദ സൂപ്പ്. അയാൾ ആ സൂപ്പ് ആസ്വദിച്ചു. വൺ ഓഫ് ദ വില്ലേജേഴ്സ് ആസ്ക്ഡ് ദ ട്രാവലർ ഫോർ സച്ച് എ സ്റ്റോൺ. ഗ്രാമത്തിൽ ഒരാൾ ആ സൂപ്പിനെ കുറിച്ച് അയാളോട് ചോദിച്ചു. ദെൻ ദ ട്രാവലർ സെഡ് ദാറ്റ് ഇറ്റ് ഈസ് ജസ്റ്റ് എ നോർമൽ സ്റ്റോൺ. അപ്പോൾ അയാൾ പറഞ്ഞു ഇതൊരു നോർമൽ സ്റ്റോൺ ആണെന്ന്. അതിന് പകരമായിട്ട് നോർമൽ എന്നുള്ളതിന് പകരം ഉപയോഗിച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് എ ഓർഡിനറി സ്റ്റോൺ. ആക്ടിവിറ്റി 4. ഇറ്റ് സ്മെൽസ് ഗുഡ്, ഇറ്റ് ടേസ്റ്റ് ഗുഡ്. ഇതിൻ്റെ മണം നല്ലതാണ്, ഇതിൻ്റെ ടേസ്റ്റും നല്ലതാണ്. ഇറ്റ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റ് ഗുഡ്. ഹിയർ ആൻഡ് ഈസ് എ ജോയിനിങ് വേർഡ്. കമ്പൈൻ ദ ഫോളോയിങ് സെൻറ്റൻസസ് യൂസിങ് ആൻഡ്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് സ്മെൽസ് ഗുഡ്, ഇറ്റ് ടേസ്റ്റ് ഗുഡ്. 2 തവണ ഇത് നല്ല മണമാണ്, ഇത് നല്ല ടേസ്റ്റാണ് എന്ന് പറഞ്ഞു അല്ലേ? അതിന് പകരം
ആൻഡ് എന്ന് ചേർത്ത് ആ രണ്ട് സെൻറ്റൻസും കമ്പൈൻ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ എഴുതും? ഇറ്റ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റ് ഗുഡ്. ഇതിൻ്റെ മണവും നല്ലതാണ്, അതുപോലെ തന്നെ ടേസ്റ്റും നല്ലതാണ്. അപ്പോൾ 2 തവണ ഇത് എന്ന് പറയണ്ട, ഒരു തവണ പറഞ്ഞാൽ മതി. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ളതും നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നു. ഐ വിൽ ഗോ, ഞാൻ പോകും. ഐ വിൽ ഗെറ്റ് സം ക്യാരറ്റ്സ് ഫ്രം മൈ ഗാർഡൻ, ഞാൻ എൻ്റെ ഗാർഡനിൽ നിന്ന് കുറച്ച് ക്യാരറ്റ്സ് പറിക്കും. അപ്പോൾ ആ 2 സെൻറ്റൻസിനെയും ഒന്ന് ചേർത്ത് എഴുതണം. എങ്ങനെ എഴുതും? ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് സം ക്യാരറ്റ്സ് ഫ്രം മൈ ഗാർഡൻ, ഞാൻ പോകും എന്നിട്ട് എൻ്റെ ഗാർഡനിൽ നിന്ന് ക്യാരറ്റ് എടുക്കും. അങ്ങനെയാണ് പറയുന്നത്. രണ്ടാമത്തേത് നോക്കൂ. എ യങ് ട്രാവലർ ഹാഡ് ബീൻ വാക്കിംഗ് ഓൾ ദ ഡേ. ഒരു യങ് ട്രാവലർ ഒരു ദിവസം മുഴുവൻ നടന്നിട്ടുണ്ടായിരുന്നു. ഹി റീച്ച്ഡ് എ സ്മോൾ വില്ലേജ്. അങ്ങനെ അയാൾ ഒരു സ്മോൾ വില്ലേജിലെത്തി. അപ്പോൾ അത് കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ എ യങ് ട്രാവലർ ഹാഡ് ബീൻ വാക്കിംഗ് ഓൾ ദ ഡേ ആൻഡ് റീച്ച്ഡ് എ സ്മോൾ വില്ലേജ്. ദ സൂപ്പ് ഈസ് ഡിലീഷ്യസ്. ദ സൂപ്പ് ഈസ് ഫുൾഫില്ലിംഗ്. സൂപ്പ് ഡിലീഷ്യസ് ആണ്, സൂപ്പ് ഫുൾഫില്ലിംഗ് ആണ്. അത് കമ്പൈൻ ചെയ്ത് പറയുമ്പോൾ ദ സൂപ്പ് ഈസ് ഡിലീഷ്യസ് ആൻഡ് ഫുൾഫില്ലിംഗ്. സൂപ്പ് ഡിലീഷ്യസും ഫുൾഫില്ലിങ്ങുമാണ്. ഹി ഡ്രാങ്ക് ദ സൂപ്പ്. അവൻ സൂപ്പ് കുടിച്ചു. ഹി കണ്ടിന്യൂഡ് ഹിസ് ജേർണി. അവൻ്റെ യാത്ര തുടർന്നു. ഹി ഡ്രാങ്ക് ദ സൂപ്പ് ആൻഡ് കണ്ടിന്യൂഡ് ഹിസ് ജേർണി. അവൻ സൂപ്പ് കുടിച്ചു, അവൻ്റെ യാത്ര തുടർന്നു. ഫിഫ്ത്ത്, ഹി വാസ് വെരി ഹംഗ്രി. ഹി വാസ് എക്സോസ്റ്റഡ്. അവന് നല്ല വിശപ്പുണ്ടായിരുന്നു, അവൻ നല്ല ക്ഷീണിതനും ആയിരുന്നു. അപ്പോൾ ഒരു സെൻറ്റൻസിൽ എഴുതുമ്പോൾ ഹി വാസ് വെരി ഹംഗ്രി ആൻഡ് എക്സോസ്റ്റഡ്. അവന് വിശപ്പും അതുപോലെ തന്നെ ക്ഷീണവും ഉണ്ടായിരുന്നു. ആക്ടിവിറ്റി 5. റീഡ് ആൻഡ് എൻജോയ്. റീഡ് ദ സ്റ്റോറി ഓഫ് ഹന്നാസ് ഫൺ സമ്മർ അഡ്വെഞ്ചർ വിത്ത് ചെറീസ്. ഒരു സ്റ്റോറിയാണ്. വൺ സമ്മർ ഡേ ഹന്ന വാസ് പ്ലേയിങ് ഇൻ ഹെർ റൂം. ഒരു വേനൽക്കാലത്ത് ഹന്ന അവളുടെ റൂമിൽ കളിക്കുകയായിരുന്നു. ഹെർ ഫാദർ കം ഹോം വിത്ത് എ കാർ ഫുൾ ഓഫ് ചെറീസ്. എന്താണ് ആ പിക്ചർ? ചെറിയാണ് അല്ലേ? Hannah's parents took the cherries out of the car and put them in the refrigerator. അവൾ കളിക്കുമ്പോൾ അവളുടെ അച്ഛൻ ഒരു കാറ് നിറയെ ചെറീസ് കൊണ്ടുവന്നു. എന്നിട്ട് ആ ചെറീസ് എന്ത് ചെയ്തു? പാരൻസ് റെഫ്രിജറേറ്ററിൽ വെച്ചു. Hannah decided to build a big house by putting the cherries together on the floor. ഹന്ന തീരുമാനിച്ചു ഈ ചെറീസൊക്കെ കൂട്ടി വെച്ചൊരു വീടുണ്ടാക്കാൻ. ദെൻ ഷീ ടുക്ക് 2 ചെറീസ് ആൻഡ് മെയ്ഡ് ഇയർ റിങ്സ് ഫോർ ഹെർ സെൽഫ്. അവൾ 2 ചെറി എടുത്ത് അവൾക്ക് കാതിലിടാനായിട്ട് കമ്മലുണ്ടാക്കി. ഷീ സോ എ പ്ലാന്റ് ബൈ ദ വിൻഡോ. ഷീ ബ്രോഡ് ദ ചെറീസ് ആൻഡ് ഹങ് ദം ഓൺ ഇറ്റ്സ് ലീവ്സ്. പിന്നെ ജനലിലൂടെ നോക്കിയപ്പോൾ ഒരു ചെടി കണ്ടു അല്ലേ? അപ്പോൾ എന്ത് ചെയ്തു? ചെറിയെടുത്ത് അതിൻ്റെ ഇലയിൽ കൊളുത്തി വെച്ചു. ദ പ്ലാന്റ് വാസ് സോ ബ്യൂട്ടിഫുൾ ദാറ്റ് ഹന്ന ബ്രോട്ട് എ ക്യാമറ ടു ടേക്ക് എ ഫോട്ടോ. അങ്ങനെ ചെറി വെച്ചപ്പോൾ ആ ചെടി വളരെ ഭംഗിയുള്ളതായി തീർന്നു. അപ്പോൾ ഹന്ന ക്യാമറ എടുത്ത് ഒരു ഫോട്ടോ എടുക്കാൻ. ഹന്ന ഡിസ്ട്രിബ്യൂട്ടഡ് ദ ചെറീസ് ടു ഓൾ ഹെർ നൈബേഴ്സ്. ഹന്ന എല്ലാ അയൽക്കാർക്കും ചെറി വിതരണം ചെയ്തു. ദ നൈബേഴ്സ് ഗിഫ്റ്റഡ് ഡിഫറെൻറ്റ് ഫ്രൂട്ട്സ് ടു ഹന്ന. അയൽക്കാർ അവൾക്ക് വിവിധ തരത്തിലുള്ള പഴങ്ങൾ കൊടുത്തു. നൗ ഹന്നാസ് റെഫ്രിജറേറ്റർ വാസ് ഫുൾ ഓഫ് ഡിഫറെൻറ്റ് ഡിലീഷ്യസ് ഫ്രൂട്ട്സ്. ഇപ്പോൾ ഹന്നയുടെ റെഫ്രിജറേറ്റർ നിറച്ചും ഡിലീഷ്യസ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ്. ആക്ടിവിറ്റി 6. ഐ ഹാവ് ചിക്കൻ. എനിക്ക് ഒരു ചിക്കൻ ഉണ്ട്. സെഡ് ആൻ ഓൾഡ് ഫാർമർ. ഒരു ഓൾഡ് ഫാർമർ പറഞ്ഞു. നൗ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ബിലോ. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. ഐ ആം നിത. ഐ ഹാവ് എ ട്രൈസിക്കിൾ. നിത പറയാണ് ഐ ആം നിത, ഞാൻ നിതയാണ്. ഐ ഹാവ് എ ട്രൈസിക്കിൾ. എനിക്കൊരു ട്രൈസിക്കിൾ ഉണ്ട്.
അപ്പോൾ ഐ എന്ന് പറയുമ്പോൾ ഹാവ് എന്നാണ് ചേർക്കേണ്ടത്. ഐ ഹാവ്, എനിക്ക് ഉണ്ട് എ ട്രൈസിക്കിൾ, ഒരു ട്രൈസിക്കിൾ, 3 ചക്രമുള്ളത്. കണ്ടില്ലേ? ദിസ് ഈസ് മൈ ഫ്രണ്ട് മിയ, ഇതാണ് എൻ്റെ ഫ്രണ്ട് മിയ. ഷീ ഹാസ് എ പപ്പി, അവൾക്ക് ഒരു പപ്പിയുണ്ട്. ഷീ എന്ന് പറയുമ്പോൾ അവൾക്കുണ്ട് എന്ന് പറയാൻ എന്ത് ചേർക്കണം? ഷീ ഹാസ് എ പപ്പി. അടുത്തത് നോക്കൂ, ദിസ് ഈസ് പാൽ, ഇത് പാലാകുന്നു. ഹി ഹാസ് എ ക്യാമറ, അവന് ഒരു ക്യാമറയുണ്ട്. അപ്പോൾ ഉണ്ട് എന്ന് പറയാൻ ഹി ഹാസ്, ഹി അവൻ, ഹാസ് ഉണ്ട്, എ ക്യാമറ അവനൊരു ക്യാമറയുണ്ട്. അപ്പോൾ ഷീ ആണെങ്കിലും ഹി ആണെങ്കിലും ഹാസ് എന്നാണ് ചേർക്കേണ്ടത്. വി ആർ ഫ്രണ്ട്സ്, ഞങ്ങൾ ഫ്രണ്ട്സാണ്. വി ഹാവ് ഫ്ലവേഴ്സ്, ഞങ്ങൾക്ക് ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ വി എന്ന് വരുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് അല്ലേ? അപ്പോൾ വി ഹാവ്, ഞങ്ങൾക്ക് ഉണ്ട് ഫ്ലവേഴ്സ്. അപ്പോൾ വി വരുമ്പോൾ ഹാവ് എന്നാണ് ചേർക്കേണ്ടത്. ദേ ആർ കസിൻസ്, അവർ കസിൻസ് ആണ്. ദേ ഹാവ് ബുക്സ് ഇൻ ദെയർ ഹാൻഡ്സ്, അവർക്ക് അവരുടെ കയ്യിൽ ബുക്സ് ഉണ്ട്. അപ്പോൾ വി എന്ന് വരുമ്പോഴും ദേ എന്ന് വരുമ്പോഴും ഐ എന്ന് വരുമ്പോഴും എന്ത് ചേർക്കണം? ഹാവ് എന്ന് ചേർക്കണം. ഹി, ഷീ എന്നൊക്കെ വരുമ്പോൾ ഹാസ് എന്നാണ് ചേർക്കേണ്ടത്. നൗ കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് വിത്ത് ഹാവ് ഓർ ഹാസ്. I dash so much fun eating yummy fruits and colorful vegetables every day. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഐ ആണ് അല്ലേ? ഐ വരുമ്പോൾ I have so much fun eating yummy fruits and colorful vegetables every day. എനിക്ക് കഴിക്കാൻ ഫ്രൂട്ട്സും അതുപോലെ തന്നെ കളർഫുൾ വെജിറ്റബിൾസും എല്ലാം ഉണ്ട് അല്ലേ ദിവസവും. വി dash to play active games to make our body strong. We have, we വരുമ്പോൾ have ആണ് അല്ലേ? We have to play active games to make our body strong. നമ്മൾ നമ്മുടെ ബോഡി സ്ട്രോങ് ആയിട്ടിരിക്കാൻ ആക്റ്റീവ് ആയിട്ടുള്ള കളികളിൽ ഏർപ്പെടണം. മൈ ഫ്രണ്ട് മിയ ഹാസ് എ സൂപ്പർ പവർ. എൻ്റെ ഫ്രണ്ട് മിയയ്ക്ക് സൂപ്പർ പവർ ഉണ്ട്. അപ്പോൾ മിയ ഒരാളാണ് അല്ലേ? മിയ ഹാസ് എ സൂപ്പർ പവർ ബിക്കോസ് ഷീ ഡ്രിങ്ക്സ് ലോഡ്സ് ഓഫ് വാട്ടർ. മിയയ്ക്ക് എങ്ങനെയാണ് സൂപ്പർ പവർ കിട്ടിയത്? അവൾ ഒരുപാട് വെള്ളം കുടിക്കുന്നത് കൊണ്ട്. മൈ ബ്രദർ പാൽ ഹാസ് എ ഗുഡ് ഹാബിറ്റ് ഓഫ് ഗോയിങ് ടു ബെഡ് ഏർലി. എൻ്റെ ബ്രദർ പാലിന് ഒരു ഗുഡ് ഹാബിറ്റ് ഉണ്ട്. എന്താണ്? നേരത്തെ കിടക്കാനായിട്ട് പോകും. They have found that these healthy choices make us feel great and strong. സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ അവർ പല ഹെൽത്തി ചോയ്സസും കണ്ടുപിടിച്ചിട്ടുണ്ട്. ആക്ടിവിറ്റി 7 അഡ്വർടൈസ്മെൻറ്റ്. ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന പിക്ചർ നോക്കൂ. JSR ഫ്രൂട്ട് ഷോപ്പ് ഫോർ ഓൾ ടൈപ്സ് ഓഫ് ഫ്രഷ് ഫ്രൂട്ട്സ്. ഒരു അഡ്വർടൈസ്മെൻറ്റ് പരസ്യമാണ് അല്ലേ? JSR ഫ്രൂട്ട് ഷോപ്പ്. ഫ്രഷ് ആൻഡ് ഡിലീഷ്യസ്, ഫ്രഷും ഡിലീഷ്യസുമാണ് ഫ്രൂട്ട്സ്. ഷോപ്പ് നമ്പർ 12 മാർക്കറ്റ് റോഡ് പാലക്കാട് ടൗൺ. അപ്പോൾ ആ ഫ്രൂട്ട് ഷോപ്പ് എവിടെയാണ് എന്നുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്. ദ വില്ലേജേഴ്സ് ലേൺ ദാറ്റ് ഷെയറിംഗ് ഫുഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. വില്ലേജേഴ്സ് പഠിച്ചു ഫുഡ് ഷെയർ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം. ദേ ഡിസൈഡഡ് ടു സെറ്റപ്പ് എ ഫ്രീ ഫുഡ് കോർണർ ഇൻ ദ വില്ലേജ്. അങ്ങനെ അവർ തീരുമാനിച്ചു ഒരു ഫ്രീ ഫുഡ് കോർണർ വില്ലേജിൽ സെറ്റപ്പ് ചെയ്യാൻ. ദേ വാണ്ടഡ് എവരി വൺ ടു നോ അബൌട്ട് ഇറ്റ്. അപ്പോൾ അവർക്ക് അതെല്ലാവരും അറിയണമെന്ന് തോന്നി. മേക്ക് ആൻ അഡ്വർടൈസ്മെൻറ്റ് ഫോർ ദ ഓപ്പണിംഗ് ഓഫ് എ ഫ്രീ ഫുഡ് കോർണർ. അപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം ഫ്രീ ഫുഡ് കോർണർ തുറക്കുന്നതിനെക്കുറിച്ച്. പ്രിപ്പയർ എ ഡിജിറ്റൽ അഡ്വർടൈസ്മെൻറ്റ് ഫോർ ദ സെയിം. അപ്പോൾ ഒരു ഡിജിറ്റൽ അഡ്വർടൈസ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കോർണറിന് കൊടുത്തിരിക്കുന്നത് ABC ഫുഡ് കോർണർ എന്നാണ്. നിയർ XYZ ടൗൺ, സ്ഥലത്തിൻ്റെ പേരും എഴുതിയിട്ടുണ്ട്. ആർ യു ഹംഗ്രി? ലെറ്റ്സ് കം ഹിയർ. അപ്പോൾ ആദ്യത്തെ വാചകം തന്നെ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ ഇങ്ങോട്ട് വരൂ എന്നാണ്. ഫ്രീ ഫുഡ് ഫോർ ഓൾ, എല്ലാവർക്കും സൗജന്യ ഭക്ഷണം. ഗ്രാൻഡ് ഓപ്പണിംഗ് അറ്റ് 10 AM 10/11/2025 മൺഡേ. എന്നാണ് ഓപ്പൺ ചെയ്യുന്നത്?
10 മണിക്കാണ്, 10-ാം തീയതി. എ കമ്മ്യൂണിറ്റി ഇനീഷ്യേറ്റീവ് ടു പ്രൊവൈഡ് ഫ്രീ ഫുഡ് ഫോർ എവരി വൺ. കം ആൻഡ് ജോയിൻ അസ് ടു സെലിബ്രേറ്റ് ദ സ്പിരിറ്റ് ഓഫ് ഷെയറിംഗ്. ഒരു കൂട്ടം ആളുകൾ മുൻകൈയെടുത്ത് നടത്തുന്നതാണ് എല്ലാവർക്കും സൗജന്യ ഭക്ഷണം. അതായത് ഭക്ഷണം ഷെയർ ചെയ്യുന്നതിൻ്റെ ആ ഒരു മഹത്വം നിങ്ങളും മനസ്സിലാക്കൂ. പിന്നെ ഫുഡിനെ കുറിച്ച് കുറച്ച് കോട്ട്സും കൊടുത്തിട്ടുണ്ട്. ഗുഡ് ഫുഡ് ഈസ് ഗുഡ് ലൈഫ്. ഗുഡ് ഫുഡ് എന്ന് പറയുന്നത്, നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഗുഡ് ഹെൽത്ത്, നല്ല ആരോഗ്യത്തിനും, ഗുഡ് ലൈഫ്, നല്ല ജീവിതത്തിനും കാരണമാണ്. അതുപോലെ തന്നെ ഈറ്റ് ഹെൽത്തി, ഗ്രോ സ്ട്രോങ്. നല്ല ഭക്ഷണം കഴിച്ച് ആരോഗ്യം ഉണ്ടാക്കൂ, നല്ല ശക്തരായി വളരൂ. ഇതൊക്കെയാണ് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിൽ ഉള്ളത്. ആക്ടിവിറ്റി 8, ലെറ്റ്സ് മേക്ക് എ കേക്ക്. നമുക്കൊരു കേക്ക് ഉണ്ടാക്കാം. ഡു യു നോ ഹൗ ടു മേക്ക് എ കേക്ക്? നിങ്ങൾക്കറിയുമോ ഒരു കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്? ഹിയർ ആർ ദ സ്റ്റെപ്സ് ടു മേക്ക് എ കേക്ക്. ഇവിടെ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ദ സ്റ്റെപ്സ് ഇൻ ദ കറക്റ്റ് ഓർഡർ ടു മേക്ക് എ ഡിലീഷ്യസ് കേക്ക്. ആ ചിത്രം നോക്കി കറക്റ്റായിട്ടുള്ള ഓർഡറിൽ ഒരു ഡിലീഷ്യസ് കേക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നോക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കി വെക്കണം അല്ലേ? ടേക്ക് 3 cups ഓഫ് ഫ്ലോർ, മാവ് എടുക്കണം. അതുപോലെ തന്നെ 3 eggs, ഷുഗർ, മിൽക്ക് ആൻഡ് ഹാഫ് കപ്പ് ഓഫ് ബട്ടർ. 3 മുട്ട, ഷുഗർ, പഞ്ചസാര, അതുപോലെ തന്നെ പാല്, ഹാഫ് കപ്പ്, അരക്കപ്പ് ബട്ടർ, ഇതെല്ലാം തയ്യാറാക്കി വെക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? ടേക്ക് 3 cups ഓഫ് ഫ്ലോർ. പൊടി വേണം അല്ലേ? ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദയോ വേണം. മിക്സ് ദ ഫ്ലോർ. എന്നിട്ട് ആ പൊടി ഒന്ന് മിക്സ് ചെയ്യണം. ആഡ് എഗ്സ്. അതിൽ മുട്ട ചേർക്കണം. ആഡ് ഷുഗർ, മിൽക്ക് ആൻഡ് ബട്ടർ ടു ദ മിക്സ്ചർ. എന്നിട്ട് മാവും മുട്ടയും ഉള്ള ആ ഒരു മിക്സ്ചറിലേക്ക് പഞ്ചസാരയും പാലും ബട്ടറും ചേർക്കണം. പോർ ഔട്ട് ദ ഡോ. ആ ഒരു മാവ് ഒഴിക്കണം. ബേക്ക് ദ കേക്ക് ഇൻ ദ ഓവൻ. അതിനുശേഷം കേക്ക് ഓവനിൽ വെക്കണം. ഡെക്കറേറ്റ് ദ കേക്ക്. അവസാനം കേക്ക് ഡെക്കറേറ്റ് ചെയ്യണം. ആക്ടിവിറ്റി 9, അൺസ്ക്രാമ്പിൾ ദ ലെറ്റേഴ്സ് ടു ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ് ഫ്രം ദ സ്റ്റോറി. ഇങ്ങനെ ലെറ്റേഴ്സ് ഓർഡർ ഇല്ലാതെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കറക്റ്റ് വേർഡ് കണ്ടുപിടിക്കണം നമ്മുടെ സ്റ്റോറിയിൽ നിന്ന്. ആദ്യത്തേത് എന്താണ്? സ്മോൾ. രണ്ടാമത്തേത് കോട്ടേജ്. മൂന്നാമത്തേത് നത്തിങ്. അടുത്തത് ട്യൂൺ. നെക്സ്റ്റ് ഹംഡ്. അതിനടുത്തത് ഡിലീഷ്യസ്, ഒനിയൻ, യങ്, പോക്കറ്റ്. Select the letters found in the red boxes and write them in the box given below. കണ്ടുപിടിച്ച വേർഡ്സ് ആ ഓരോ ബോക്സിലും എഴുതുമ്പോൾ റെഡ് ബോക്സിൽ വരുന്ന അക്ഷരങ്ങൾ ചേർത്ത് എഴുതിയാൽ ഒരു വേർഡ് കിട്ടും നമുക്ക്. എന്താണത്? സ്റ്റോൺ സൂപ്പ്. Okay dears, complete your textbook activities and study well. See you in next class. Thank you.